എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചോച്ചയും ബാക്കിയുള്ള ടീമിനെയും കാണിക്കുന്നു. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാ നോക്കിയാ ആ വില്ലന്മാര്. ഇനിയും മുൻപോട്ട് പോയാല് പണി പാളൂന്ന് മനസ്സിലാക്കി അടുത്തൊരു പ്ലാന് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ അതിലൊരു മർച്ചന്റ് പറയും, തീർച്ചയായിട്ടും ഇനിയുള്ള ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ ഇപ്പൊ തന്നെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു വേണം ഗ്രാമത്തിലേക്ക് പോവാൻ. എ ഗ്രൂപ്പ് ആൻഡ് ബി ഗ്രൂപ്പ്. അതിൽ എ ഗ്രൂപ്പില് ആക്റ്റീവായിട്ടുള്ള എല്ലാവരെയും നിർത്തണം. രണ്ടാമത്തെ ഗ്രൂപ്പില് വയസ്സായവരും സ്ത്രീകളും കുട്ടികളുമായിരിക്കണം ഉണ്ടാവേണ്ടത്. ആദ്യത്തെ ഗ്രൂപ്പിന് സെക്യൂരിറ്റി ആയിട്ട് ഒരേ ഒരാൾ മാത്രം മതി. അവർ അതിവേഗം മുൻപോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള ഗ്രൂപ്പ് അവർ തീർച്ചയായിട്ടും കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം ആ ഒരു ഗ്രൂപ്പില് പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 2-3 സെക്യൂരിറ്റീസ് അധികം കൊടുക്കണം. അവർക്കൊരിക്കലും അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വില്ലന്മാർ ആദ്യം നോട്ടിടുക അവരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് വളരെ 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 ടൈറ്റ് ആയിട്ട് നിന്ന് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ സേവ് ചെയ്യണം. ഈ ഒരു പ്ലാൻ 100%ഉം വർക്കൗട്ട് ആകുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മുടെ മുൻപിൽ ഇനി വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് ആദ്യമുള്ള യങ് ടീമിന്റെ കൂടെ ഹിനട്ടക്കുട്ടപ്പിയെ അവരുടെ കൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു വിടും. രണ്ടാമത്തെ ഗ്രൂപ്പില് നമ്മുടെ ചോച്ചിയോടും കുട്ടപ്പനോടും അവരുടെ കൂടെ വരാൻ പറയും. ആ ഗ്രൂപ്പിലാണ് ഫാമിലികളും കുഞ്ഞിപ്പെണ്ണും വയസ്സായവരും എല്ലാവരും ഉള്ളത്. അങ്ങനെ എല്ലാവരും മുമ്പോട്ട് നടക്കുമ്പോൾ അപ്പൊ പെട്ടെന്ന് കുട്ടപ്പന് ഒരു ഐഡിയ തോന്നി. അവൻ ചോച്ചിയെ വിളിച്ചിട്ട് പറയും, ഒരു പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ ആരെങ്കിലും ട്രാപ്പ് വെച്ചാൽ അത് വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പോയി എവിടെയെങ്കിലും ട്രാപ്പ് ഉണ്ടോ നോക്കാന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുൻപോട്ട് ഓടും. കുട്ടപ്പൻ കാഷ്വലായിട്ട് ഇപ്പൊ മുൻപോട്ട് നടക്കുമ്പോ അവന്റെ കാല് ഏതോ ഒരു ചെറിയ വെള്ളക്കെട്ടില് അങ്ങനെ പോയി തട്ടും. ഈ വെള്ളം കാണുമ്പോ അവനൊരു സംശയം തോന്നും. കാരണം വെള്ളം കെട്ടിക്കിടക്കാൻ ഇത് മഴക്കാലമല്ല. മാത്രമല്ല അടുത്ത് എവിടെയും ഒരരുവിയുള്ളതായിട്ട് കാണുന്നുമില്ല. കുട്ടപ്പൻ ആകെ അപ്സെറ്റായിട്ട് ചുറ്റും പുറവും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ദൂരത്തായിട്ട് ഒരു ബോഡി കാണും. ആരോ ഒരാള് ഇപ്പൊ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ട് കുട്ടപ്പൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ആ ആളെ കുട്ടപ്പൻ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. കട്ട് ചെയ്താ ഇവിടെ ചോച്ചിയും ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ പതിയെ ട്രാവൽ ചെയ്യുമ്പോ ഒരുപാട് മഴത്തുള്ളികള് ഇപ്പൊ അവരുടെ മേൽക്ക് വീഴാനായിട്ട് ആരംഭിക്കും. അവൻ മുൻപോട്ട് നോക്കിയാല് അവിടെ എവിടെയും മഴ പെയ്യുന്നതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. പക്ഷെ ആ ഒരു വെള്ളത്തുള്ളിക്ക് ഇപ്പൊ രക്തത്തിന്റെ മണമുണ്ടെന്ന് ചോച്ചി തിരിച്ചറിയും. എല്ലാവരും പേടിച്ചു വിറച്ച് ഇപ്പൊ ചോച്ചിയുടെ അടുത്തേക്ക് വരുമ്പോ ആ മഴത്തുള്ളികൾ ചേർന്ന് ഇപ്പൊ വലിയൊരു വെള്ളക്കെട്ടായി അവിടെയുള്ളവരെ എല്ലാവരെയും അതങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അത് കണ്ട ഉടനെ ചോച്ചി വണ്ടിക്കടിയിലേക്ക് കയറൂ, വലിയ എന്തോ അപകടം, അത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ അവരെല്ലാവരും ഇപ്പോ വണ്ടിക്കടിയിൽ ഒളിച്ചിരിക്കും. ആ സമയത്ത് ഇപ്പൊ കുട്ടപ്പൻ ആ ഒരു വെള്ളത്തിന്റെ മേലേക്ക് ചാടി അങ്ങോട്ട് വീഴും. കുട്ടപ്പൻ ആദ്യം തന്നെ ഷാഡോ ക്ലൗൺസ് ഉപയോഗിച്ചുകൊണ്ട് ആ വണ്ടി മുഴുവൻ തന്നെ ഇപ്പൊ സെക്യൂർ ആക്കും. കുട്ടപ്പൻ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് ബോംബുകൾ ഇപ്പൊ നാനാപുറവും വലിച്ചെറിയും. പക്ഷെ ഒരു നിമിഷത്തേക്ക് അവിടെ യാതൊരു ശബ്ദം ഉണ്ടാവില്ല. ആ വില്ലന്മാര് അവരിപ്പോ എവിടേക്ക് പോയെന്ന് പറഞ്ഞ് ചോച്ചിയും കുട്ടപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ മുത്തശ്ശി പറയും, അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തോ ഒന്ന് അത് നമ്മുടെ കയ്യിലില്ല. അപ്പൊ കുട്ടപ്പനും ചോച്ചിക്കും മനസ്സിലാവും അമ്മൂമ്മ പറഞ്ഞതില് എന്തോ ഒരു കാര്യമുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം അതിപ്പോ നമ്മുടെ കയ്യിലില്ല. അപ്പൊ കുട്ടപ്പൻ തീർച്ചയായിട്ടും അവരിപ്പോ ഹിനട്ടയുടെയും ഗ്രൂപ്പിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തണമെന്ന് പറഞ്ഞ് കുട്ടപ്പനും കൂട്ടരും ആവട്ടെ ഹിനട്ടയുടെയും ബാക്കി മർച്ചൻഡൈസിന്റെ അടുത്തേക്കും ഇപ്പൊ ഓടിയെത്തും. ഇവിടെ ഹിനട്ട ആവട്ടെ രാത്രി ആയതുകൊണ്ട് എല്ലാവരോടും ഇന്നിവിടെ റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നാളെ രാവിലെ തന്നെ നമുക്ക് യാത്ര തുടങ്ങാം. കാരണം മുൻപോട്ട് പോകുന്തോറും ഇരുട്ട് കൂടിക്കൂടി വരികയാണ്. അത് വലിയ അപകടമാണ്. അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ കുട്ടപ്പനും ടീംസും ആവട്ടെ അവിടേക്ക് ഓടിയെത്തും. കുട്ടപ്പൻ ഹിനട്ടയോട് പറയും, നമ്മളോട് പറയാത്ത എന്തോ ഒരു കാര്യം ഇവരുടെ കയ്യിലുണ്ട്. അതിനെ അന്വേഷിച്ചാണ് ആ ഒരു വില്ലന്മാര് ഇപ്പൊ നമ്മളെ തേടി നടക്കുന്നത്. അപ്പൊ കുട്ടപ്പൻ പറയും, നിങ്ങളുടെ കൂടെ വന്ന ഹിക്കുസുക്കി അവൻ മരിച്ചുപോയെന്ന് പറയുമ്പോ അവരെല്ലാവരും വണ്ടറടിച്ച് ടെൻഷനായി ഒരുപാട് വിഷമത്തില് ഇപ്പൊ താഴേക്ക് നോക്കി നിൽക്കും. വെറും സാധാരണ മർച്ചന്റുകളായ നിങ്ങൾ എന്തിനാണ് ഷിനോബികളുടെ വേഷം ധരിച്ചിരിക്കുന്നതെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അവരുടെ വിധം അത് പെട്ടെന്ന് തന്നെ മാറി, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ്റെ അടുത്ത് അവർ ചൂടാവാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ പറയും, നിങ്ങൾ ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതെല്ലാവർക്കും ആപത്താണ്. ആ വില്ലന്മാര് അവർ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോ അതിലൊരാളാവട്ടെ എല്ലാ സത്യവും പറയാനായിട്ട് ഇപ്പൊ തയ്യാറാവും. അവൻ പറയും, അവര് വരുന്നത് ഈ ഒരു ഹർണയ്ക്ക് വേണ്ടിയാണ്. ഇവളാണ് ഞങ്ങളുടെ നാട്ടിലെ ഫ്യൂഡൽ ലാർഡിന്റെ ഒരേ ഒരു മകൾ.
ഞങ്ങളുടെ ഗ്രാമത്തിലെ മഹാറാണി എന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ അവളെ കണ്ട് വണ്ടറടിച്ച് വാ പൊളിച്ച് നോക്കി നിൽക്കും. അതിന് കുട്ടപ്പൻ ചോദിക്കും, പിന്നെ എന്തിനാണ് ഒരു വ്യാപാരിയുടെ വേഷം കെട്ടി ഇവൾ നിങ്ങളോടൊപ്പം കൂടിയത്? ഞങ്ങളുടെ ഗ്രാമം അത് വളരെ നല്ലൊരു ഗ്രാമമാണ്. മാത്രമല്ല ആർക്കും പരസ്പരം ഫൈറ്റ് ചെയ്യാനോ വഴക്കിടാനോ ഒന്നും താല്പര്യമില്ല. അതാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശാപമായി മാറിയത്. മറ്റേതോ വില്ലേജിലുള്ള 3 ബ്രദേഴ്സ് ചേർന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രമുഖരെ എല്ലാം തന്നെ വിലയ്ക്ക് വാങ്ങി. അവർ ചുനിയൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഒരുപാട് പവറുണ്ട്. ഇപ്പൊ അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ മഹാറാണിയാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ അവൾ ഒളിപ്പിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങൾ 3 പേര് ചേർന്ന് ഇവളെ ഈ ഒരു വേഷത്തില് എല്ലായിടത്തും ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നത്. അത് കേട്ട് ചോദിക്കും, ഒരു പരിധി കഴിഞ്ഞപ്പോ ഞങ്ങളെ കൊണ്ട് മാത്രം ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ലീഫ് വില്ലേജിനോട് ഞങ്ങൾ സഹായം ചോദിച്ചത്. കുട്ടപ്പനാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവന് 2 മിനിറ്റ് അനങ്ങാതിരുന്ന് അവന്റെ മോന്തക്കിട്ട് നോക്കി ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. നിങ്ങൾക്ക് ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയത്തില്ലായിരുന്നു എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിന് അവര് പറയും, ഇത് മുൻപേ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. നിങ്ങളെപ്പോലെ 5-6 പീക്കിരി പിള്ളേർക്ക് ഇതിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, നീ നിന്റെ ഗ്രാമത്തിലുള്ളവരെയും ഈ പാവങ്ങളെ ഉപേക്ഷിച്ച് നീ നിന്റെ മാത്രം ജീവൻ സുരക്ഷിതമാക്കി ഇപ്പൊ ഗ്രാമം വിട്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഓരോ നിമിഷവും നിന്റെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ കണ്ടിട്ടും നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ അവൾ ഒരുപാട് ദേഷ്യപ്പെട്ട് പറയും. അതിനവൾ അഹങ്കാരത്തോടു കൂടെ പറയും, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതെന്നെ മാത്രമാണ്. കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ കുട്ടപ്പന് കലി കയറി അവൻ കൈ ചുരുട്ടി അവളുടെ അണപ്പല്ല് ഇടിച്ചു തെറിപ്പിക്കാനായിട്ട് അങ്ങനെ ചാടി അങ്ങോട്ട് വരും. കറക്റ്റായിട്ട് അവളുടെ മുൻപിലേക്ക് വേറൊരുത്തൻ കയറി നിന്നതുകൊണ്ട് അവക്കൊന്നും തന്നെ സംഭവിക്കില്ല. ആ അടി കൊണ്ടവൻ അവൻ താഴെ വീണ് പറയും, അവരോടൊരിക്കലും അങ്ങനെ സംസാരിക്കരുത്. അവര് നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ വന്നതല്ല, മറിച്ച് മർച്ചന്റുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നതാണ്. അത് വെറും ഒരു ഡി റാങ്ക് മിഷൻ ആണെന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും അവൾക്ക് കാര്യം മനസ്സിലാവുക. നമ്മുടെ മിഷൻ അതിപ്പോ എ റാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒന്നും തന്നെ പറയാൻ യാതൊരു അവകാശവും ഇല്ല. അത് കേട്ട് ഇപ്പൊ ഹരിണയ്ക്ക് അവൾക്ക് ഒരുപാട് വിഷമാവും. അവളിപ്പോ കുട്ടപ്പന്റെ അടുത്ത് മാപ്പപേക്ഷിക്കും. അവള് പറയും, ഞാൻ കാരണം എല്ലാവരും വേദനിച്ചു, ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവളുടെ കൈ പിടിച്ച്, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കി നമ്മുടെ എല്ലാ ആൾക്കാരും ഇപ്പൊ മുൻപോട്ട് നടക്കാൻ ആരംഭിക്കും. ആ സമയത്ത് കുട്ടപ്പൻ ഇടിച്ച് ഇഞ്ച പരുവാക്കിയ നമ്മുടെ ഹർണയുടെ സെക്യൂരിറ്റിയോട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ക്ഷമ ചോദിക്കും. അപ്പൊ സെക്യൂരിറ്റി പറയും, അത് സാരമില്ല, പക്ഷെ റാണി അവള് പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കരുത്. അവളെ ചെറുപ്പം മുതല് ഒരുപാട് ഗ്രാമത്തിലുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവരുടെ തടവറകളില് അവളെ ഒരുപാട് കാലം പിടിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും വിശ്വാസമില്ല. അവൾക്ക് അവളോട് തന്നെ ഇപ്പൊ ഒരുപാട് ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത്. അവര് വീണ്ടും ഇപ്പൊ യാത്ര തുടങ്ങാൻ ശ്രമിക്കുമ്പോ കുട്ടപ്പൻ പറയും, വയസ്സായവരും കുട്ടികളും എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ചോച്ചിയുടെ കൂടെ പോവുക. അടുത്തൊരു ഗ്രാമത്തിലെത്തുമ്പോൾ അവരെ എല്ലാവരെയും ചോച്ചി ആ ഗ്രാമത്തിലേക്ക് വിടും. ഹരുണയും ബാക്കിയുള്ള അവളുടെ സെക്യൂരിറ്റീസും എന്റെ കൂടെ വരിക. പക്ഷെ നമ്മുടെ ഹരുണയ്ക്ക് കുട്ടപ്പന്റെ ആ ഒരു പ്ലാൻ അതൊട്ടും ഇഷ്ടപ്പെടില്ല. അവൾ വരാൻ മടിക്കുന്ന കണ്ട് കുട്ടപ്പൻ പറയും, ഇത്തവണയെങ്കിലും നീ ഞങ്ങളെ വിശ്വസിക്കണം. ഈ പ്രാവശ്യം നമ്മൾ ആ ഒരു വില്ലന്മാരെ ആയിരിക്കും അങ്ങോട്ടേക്ക് നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് കുട്ടപ്പനാവട്ടെ ഇപ്പൊ മുൻപോട്ട് നടക്കും. അവർ കുറച്ചു നേരം മുൻപോട്ട് നടക്കുമ്പോഴേക്കും ഭയങ്കര മഴ. അതുകൊണ്ട് തന്നെ ഒരു ടെന്റ് അടിച്ച് മഴ കുറഞ്ഞപ്പോ അവര് തീ കൂട്ടിയിട്ട് അതിന് ചുറ്റുമായിട്ടിരിക്കും. അപ്പൊ കുട്ടപ്പൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മരിച്ചുപോയ സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ ബാക്കിയുള്ള ആ ഒരു സെക്യൂരിറ്റി ആ കത്തി വാങ്ങി പറയും, ഇവൻ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു നിഞ്ചയാണ്. അവന്റെ പ്രധാനപ്പെട്ട ജിപ്സു ഫ്ലവർ ജിപ്സു ആണ്. അതുപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഞാനും അവനും ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എനിക്കവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള അവനെയാണ് ആ ഒരു വില്ലന്മാര് ഇപ്പൊ കൊന്നു തള്ളിയത്. അങ്ങനെ ഇവര് തമ്മിൽ വളരെ നോർമൽ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഒരുപാട് മഴത്തുള്ളികളും ബബിൾസും അവർക്ക് നേരെ വീഴാനായിട്ട് ആരംഭിക്കും.
അത് കണ്ട് സംഗതി പെശകാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സെക്യൂരിറ്റി നിഞ്ച ആവട്ടെ അവൻ കത്തി വലിച്ചൂരി ഫ്ലവർ ജിപ്സ് യൂസ് ചെയ്ത് ഒരുപാട് പൂക്കള് ആ ഒരു മഴത്തുള്ളി വന്ന അതേ സ്ഥലത്തേക്ക് ഇപ്പൊ വലിച്ചങ്ങോട്ട് എറിയും. അപ്പൊ വീണ്ടും ബബിൾസിന്റെ ഇടയിലൂടെ ഒരുപാട് കത്തികൾ വന്ന് ആ ഒരു ടെന്റില് തറച്ചങ്ങോട്ട് കയറും. ടെന്റിലുണ്ടായിരുന്നവരുടെ പണിക്കുറ്റി തീർന്നെന്ന് കരുതി ഇപ്പൊ വില്ലനാവട്ടെ ടെന്റ് തുറന്നു നോക്കുമ്പോ അതിലാരും ഉണ്ടാവില്ല. അത് കണ്ട് കുട്ടപ്പനും ആ ഒരു സെക്യൂരിറ്റി നിഞ്ചയും വില്ലന്റെ നേർക്ക് ചാടി വീണ് അവനെ പിടിച്ചു വലിച്ച് ഇപ്പൊ ഫൈറ്റ് ആരംഭിക്കും. വില്ലൻ വിടില്ല. അവനാവട്ടെ ഒരു വാട്ടർ ബബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കുട്ടപ്പനെ തള്ളി അങ്ങോട്ടിടും. എന്നിട്ട് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പിരാന ഫിഷിനെ നമ്മുടെ കുട്ടപ്പന്റെ മുൻപിലേക്ക് തുറന്നങ്ങ് വിട്ട് കുട്ടപ്പനെ കടിച്ചു പറിക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.